ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ നിൽക്കുന്ന സമയത്ത് കുറേ പ്രോജക്റ്റുകൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പലരായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പോഴൊക്കെ പലവിധ കാരണങ്ങളാൽ ഞാനതിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. ഈ സിനിമയെ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയതാണ്. അതായത് താല്പര്യമില്ല, ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്തും ഇല്ല, ഞാൻ താല്പര്യമില്ല, മാറി. പിന്നീട് എൻ്റെ കൺട്രോളിൽ വിളിച്ച സമയത്തും ആദ്യം പരമാവധി വേണ്ടെന്ന് വെച്ച് മാറിപ്പോയതാണ്. പിന്നെ അപ്പം അഭിഷേക് ആക്ച്വലി ഇതിനകത്ത് നായകൻ അഭിഷേകാണ്. എന്ന് വെച്ചാൽ പടത്തിലെ ഒരു മെയിൻ ലീഡ് അബിയാണ്. അപ്പം ഞാൻ ഇതിൽ വിളിക്കുന്ന സമയത്തും അബി അങ്ങനെ ഒരു മെയിൻ ലീഡ് ആവുന്ന പടത്തിലൊരു വളരെ സുപ്രധാനമായൊരു കഥാപാത്രം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചോടാ എങ്ങനെയാണ് പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് പിന്നെ പറയുന്നില്ല. അതായത് ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണമായ മറ്റൊരു ഘടകം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതായിരുന്നു എന്നെ സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം. പക്ഷെ രണ്ടായാലും എനിക്ക് സ്വയം തോന്നിയൊരു സത്യമുണ്ട്. ഈ ഞാൻ വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോഴും എന്നെ ഇതിലേക്ക് കൊണ്ടിടുകയായിരുന്നു. അതായത് ഈ സിനിമ, ഈ കഥാപാത്രം നമ്മൾ ചെയ്യണമെന്ന് ചിന്തിച്ച ഒരു ശക്തിയുണ്ട്. എൻ്റെ ലൈഫിൽ പലപ്പോഴും ചെയ്തതുപോലെ ബിഗ് ബോസിൽ ഞാൻ പോരുത് എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു. അവിടേക്ക് നമ്മൾ എത്തി. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പിന് സംസാരിച്ചു, ഇത്തവണത്തെ ബിഗ് ബോസിൽ 100 ദിവസത്തെ ഡ്രസ്സ് കൊടുത്താണ് കയറിയ പലരും. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിറങ്ങി രഞ്ജിത്ത് മുൻഷി ആയാലും 2 ആഴ്ച കഴിഞ്ഞിറങ്ങി വിൻസി ആയാലും ഇവരൊക്കെ പിന്നീട് പരാതി പറഞ്ഞു, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ 2 ആഴ്ചത്തേക്കുള്ള തുണി പോലും എടുത്തിട്ടില്ല, ആദ്യത്തെ ആഴ്ച എന്നെ എവിക്ട് ചെയ്ത് പുറത്താക്കുമെന്ന് കരുതി മാക്സിമം പിടിച്ച് നിൽക്കാൻ കരുതി പോയിട്ട് നമുക്ക് അങ്ങനെ നന്നായി വന്നു. ഞാൻ പറഞ്ഞത് അപ്പോൾ അത് കണക്ക് ഞാൻ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാം ലൈഫിൽ സംഭവിക്കുന്ന ഒരു നിയോഗം പോലെ.